പ്രജിത, ഈ പാകിസ്ഥാൻ നമ്മുടെ സുവർണക്ഷേത്രം ആക്രമിക്കാൻ ഒരുമ്പെട്ട നമ്മുടെ ആ പഹൽഗാം ആക്രമണത്തിന് ശേഷം യുദ്ധം ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അണുവായുധം എടുത്ത് പൂശിക്കളയും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ചുമ്മാ ഇരിക്കല്ലെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. ഏതായാലും പാകിസ്ഥാന്റെ ലക്ഷ്യം സുവർണക്ഷേത്രം തകർക്കുക എന്നുള്ളത് ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ രഹസ്യാന്വേഷണ സേന കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഇനി വല്ല പുതിയ പ്ലാൻ നമ്മൾ അറിയാതെ വല്ല കുഴിത്തുരുമ്പ് കാണിക്കാനുള്ള സാധ്യത ഉണ്ടാവും? പാകിസ്ഥാന്റെ കാര്യമായതുകൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. പറയുന്ന കുഴിത്തുരുമ്പ് പ്രതീക്ഷിക്കാം, കുത്തിത്തിരിപ്പ് എപ്പോ വേണേലും, അതായത് അത് പ്രതീക്ഷിക്കാം. പാകിസ്ഥാൻ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ നമ്മുടെ യാത്രാ വിമാനങ്ങൾക്കൊപ്പം ഡ്രോൺ കടത്തി അങ്ങനെയുള്ള ചെറിയ 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 ലീലാവിലാസങ്ങൾ അവർ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത് യാത്രാ വിമാനങ്ങൾക്കൊപ്പം ഡ്രോൺ കടത്തിവിടുക എന്നുള്ളത് വളരെ വലിയൊരു ദുരന്തത്തിലേക്ക് ലക്ഷ്യം ഒന്ന് തെറ്റിയാൽ ആ യാത്രാ വിമാനം മൊത്തം ഇല്ലാതെയാവും. അപ്പൊ എത്രയോ ജീവനുകളാണ് ഇല്ലാതെയാവും. യാത്രാ വിമാനത്തിലുള്ളവരെ തകർത്തു എന്നുള്ള പേരുദോഷം ഇന്ത്യക്ക് വരികയും ചെയ്യും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ. അങ്ങനെയുള്ള വില ഉള്ളത് കൂടുതൽ. അതെ. അപ്പോ ആ ഒരു നീക്കത്തെ തകർക്കാൻ എല്ലാം നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയതാണ്. അതിനിടയിലാണ് ഇവർ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ ഒന്ന് പിൻവലിച്ചു, താൽക്കാലികമായി നിർത്തിയപ്പോൾ നമ്മുടെ ഈ സുവർണക്ഷേത്രത്തെ ആക്രമിക്കാൻ പദ്ധതിയിട്ടത്. അതിനെ അടപടലം പൂട്ടി എന്നുള്ളതാണ്. അത് ഈ കാര്യങ്ങൾ പറഞ്ഞത് 15ാം ഇൻഫൻട്രി ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ ആയിട്ടുള്ള കാർത്തിക് സി ശേഷാദ്രിയാണ്. അപ്പോൾ പാകിസ്ഥാന് ഇതിന് നിയമപരമോ അല്ലെങ്കിൽ നീതിപൂർവമായ ഒരു ലക്ഷ്യങ്ങളൊന്നുമല്ല. എങ്ങനെയെങ്കിലുമൊക്കെ തകർക്കുക, ഇന്ത്യയെ തകർക്കുക. ഇന്ത്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ലഡു കൊടുക്കും എന്ന് പറയുന്നത് പോലത്തെ ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക്, അതായത് വൈരാഗ്യം കൊണ്ട് ഉള്ളു നിറഞ്ഞ ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് പാകിസ്ഥാനിലെ ജനങ്ങളെ നമുക്ക് പറയാൻ പറ്റില്ല. അതെ, പൊളിറ്റിക്കൽ മിലിറ്ററി ലീഡർഷിപ്പിന്റെ വിഷയമാണ്. അവരാണല്ലോ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലീഡർഷിപ്പ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയും ആ ആക്രമണത്തെ ഇന്ത്യൻ സേന നിരുപാധികം തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇനിയും സാധ്യത ഉണ്ടാവാം. അപ്പോ അതിനൊരു പ്രതിവിധി ഇന്ത്യൻ സൈന്യം ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന സുവർണ ക്ഷേത്രത്തിനുള്ളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ വിന്യസിക്കുന്നതിന് ഇവിടെ ഒരു അപൂർവ അനുമതി നൽകിയതായിട്ടുള്ള കാര്യം ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ മേധാവി പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അമൃത്സറിനെ ലക്ഷ്യമാക്കി നിരവധി തവണയാണ് ഡ്രോണുകളും പ്രൊജക്ടലൈറ്റുകളും ഒക്കെ പാഞ്ഞടുത്തത്. അപ്പോൾ അതുകൊണ്ട് സുവർണ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഉള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ വിന്യസിക്കുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഡ്രോൺ വരുന്നത് മുഴുവൻ കാണാൻ കഴിയും. അവർ സുവർണ ക്ഷേത്രത്തിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തത്, അതായത് സുവർണ ക്ഷേത്രത്തിലെ ലൈറ്റുകൾ മൊത്തം ഓഫ് ചെയ്തിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷം ഇത് ആദ്യമായിട്ടായിരിക്കും എന്നുള്ളതാണ് ലഫ്റ്റനന്റ് ജനറൽ സുമൻ ഇവാൻ ഡി കുൻഹ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ തന്നെ ഈ പറയുന്ന സുവർണ ക്ഷേത്രത്തിൽ വെച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിന് സമാനമായ രീതിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലേക്കും തന്നെ ഏതെല്ലാം പ്രധാനപ്പെട്ട ഇടങ്ങളുണ്ടോ, ശ്രദ്ധാകേന്ദ്രങ്ങളാകുന്ന ആളുകൾ വന്നുകൂടുന്ന ഇടങ്ങളൊക്കെ ഉണ്ടോ, അവിടെയെല്ലാം ഇത്തരത്തിൽ നിരീക്ഷണങ്ങൾ ശക്തമാക്കി എന്നുള്ള വിവരങ്ങളാണ്. കാര്യം ഇവർ ലക്ഷ്യം വെക്കുന്ന ആ ഇടങ്ങളിലെ സിവിലിയൻസിനെയൊക്കെയാണ്. കാര്യം 26 സിവിലിയൻസിനെയല്ലേ കാശ്മീരിൽ അവർ കൊന്നത്. അപ്പൊ അത്തരത്തിൽ ഇനി സിവിലിയൻസിനെ തന്നെ ആയിരിക്കും. അതാണ് അത്രയ്ക്ക് ബോധമൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഇതൊക്കെ. അതായത് നമ്മുടെ സൈനിക കേന്ദ്രങ്ങളും സിവിലിയൻ മതകേന്ദ്രങ്ങളും ഒക്കെ തുടങ്ങിയവയൊക്കെ ആക്രമിക്കുമെന്നുള്ള ഒരു മുൻ ദീർഘവീക്ഷണം നമ്മുടെ സൈന്യത്തിനുണ്ടായല്ല. അത് തീർച്ചയായും. അതാണ് ഞാൻ ഇപ്പൊ നമ്മുടെ സംസാരത്തിൽ ഞാനിപ്പോ പറഞ്ഞ അതാണ്. കാര്യം അവര് സുവർണക്ഷേത്രം പ്ലാൻ ചെയ്തെങ്കിൽ നമുക്കിപ്പോ നിരവധി പുണ്യക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ അത് ഈ ആൾക്കൂട്ടം എവിടെയാണ് കൂടുതൽ നോക്കിയിട്ട് അവിടെ ഒന്നും ചെയ്താൽ മതി. ഇപ്പൊ പാർക്കുകൾ, ഡൽഹിയിൽ തന്നെ പാർക്കുകൾ നിരവധിയുണ്ട്, ശിവാജി പാർക്ക് പോലെയൊക്കെയുള്ള. അവിടെയൊക്കെ തന്നെ ആൾക്കാർ ഒഴിപ്പിച്ചു വിട്ടെന്ന് പറയുന്നത്. ഡൽഹിയിൽ കർശന നിയന്ത്രണമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പൊ അത്തരത്തിൽ അതുകൊണ്ടാണ് അത് നമ്മൾ മുൻപേ പറഞ്ഞല്ലോ, ഇവരെ എന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. ഇവർ നമ്മുടെ സുവർണക്ഷേത്രത്തെ ഉൾപ്പെടെയുള്ള നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളെയും ഇത്തരത്തിൽ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. പക്ഷെ ഇന്ത്യ സൈനിക കേന്ദ്രങ്ങൾ മാത്രം, അതും സൈനിക കേന്ദ്രങ്ങളുമല്ല, ജെയ്ഷെ, ലഷ്കർ
താവളങ്ങളാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത് അത്രയും. അപ്പോൾ ലഷ്കർ ജയ്ഷെ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തെറിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മതകേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞു എന്നാണ്. ലോകത്തോട് മുഴുവൻ നുണ വിളിച്ചു പറഞ്ഞു. നമ്മളത് ചെയ്തിട്ട് പോലുമില്ല. അപ്പോ ലഷ്കർ ജയ്ഷെ ഭീകര കേന്ദ്രങ്ങൾ മതകേന്ദ്രങ്ങളാകുന്നത് എങ്ങനെയാണ്? അല്ല, ഇവരുടെ സൈനികർ ഈ പറയുന്ന തീവ്രവാദികൾ അവരുടെ പട്ടാളക്കാരൊപ്പം നിർത്തിയാണ് പരിശീലനം നൽകിയെന്നാ പറയുന്നത്. ഈ തീവ്രവാദികൾക്ക് പരിശീലനം തീവ്രവാദികൾക്ക് പാക് സൈന്യം നൽകുന്നുണ്ട്. പാക് സൈന്യത്തിന് അറിയുന്ന വിദ്യകളൊക്കെ തീവ്രവാദികൾക്ക് നൽകുന്നുണ്ട്. ഒരു കൊടുക്കൽ വാങ്ങലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പട്ടാളക്കാരനാകാൻ ഒരു രാജ്യത്ത് നിന്ന് ഒരാൾക്ക് യോഗ്യത വേണം. നമ്മുടെ ഇവിടെ പട്ടാളക്കാരനാകാൻ എന്തൊക്കെ യോഗ്യതകളാണ് മറികടക്കേണ്ടത്? പട്ടാള സെലക്ഷനെ കുറിച്ച് അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. അപ്പൊ അങ്ങനെ കിട്ടിയാണ് രാജ്യത്തെ സേവിക്കാൻ തുറന്ന മനസ്സോടെ ഇറങ്ങുന്ന ചെറുപ്പക്കാർ. അപ്പൊ അത്തരത്തിലൊരു യോഗ്യത പോലും ഇല്ലാതെ അവരുടെ പള്ളികളിലും മറ്റുമൊക്കെയാണ് ഈ പറയുന്ന മതഭ്രാന്ത് തലക്കി പിടിച്ചവരെ പള്ളികളിലൊക്കെ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, നമ്മളിപ്പോ തകർത്തു എന്ന് പറയുന്ന അവരുടെ സൈനിക കേന്ദ്രങ്ങൾ എങ്ങനെ പള്ളിയാവും? പള്ളികളിലാണോ സൈനിക കേന്ദ്രങ്ങൾ? ശരിക്കും ഇന്ത്യ ലക്ഷ്യമിട്ടത് ഈ സൈനിക കേന്ദ്രം, ഇന്ത്യ ലക്ഷ്യമിട്ടതും തകർത്തതും ഒക്കെ ഈ പറയുന്ന ഭീകര കേന്ദ്രങ്ങളാണ്. അല്ല, അതാണോ പള്ളി അവരുടെ? അതവരുടെ പള്ളിയാണെങ്കിൽ അവരുടെ തലയിൽ എന്താണ് ഓടുന്നത്? തലയിൽ ഓടുന്നത് തീവ്രവാദം മാത്രമായിരിക്കും. ഇപ്പൊ എങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞല്ലോ, ഒരു ജവാനും എങ്ങനെയാണ് സൈന്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്? അവർക്കുള്ള മെറിറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചാവേറാകാനും തീവ്രവാദിയാകാനും ഇന്ത്യക്കെതിരെ പ്രത്യേകിച്ചും ഇന്ത്യക്കെതിരെ പോരാടാനുള്ള മനസ്സുണ്ടോ? വെറുതെ നിൽക്കുമ്പോ ഇന്ത്യയുടെ ടെറിട്ടറിക്ക് അപ്പുറത്തേക്ക്, ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് ഒരു കല്ലെടുത്തിട്ടാലും ഇവർക്ക് സന്തോഷം എന്ന് പറയുന്നത്. ഇവർ വിചാരിക്കുന്ന പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. അത് ഇവർ മനസ്സിലാക്കുക. അതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. പഴയ ഇന്ത്യ അല്ല അത്. ഈ പറയുന്നത് പോലെ S-400 കൊണ്ടും ബ്രഹ്മോസ് കൊണ്ടും ആകാശ് മിസൈൽ കൊണ്ടും ഇതൊക്കെ അങ്ങ് ചെന്നതോടുകൂടി പാകിസ്ഥാന്റെ എന്താ പറയാ സകല പദ്ധതികൾ, അവർ ചിന്തിച്ചു വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും തവിടുപൊടിയായി പോയി. അതുകൊണ്ടാണ് അസിം മുനീറും ഷെഹബാസ് ഷെരീഫും ഒക്കെ ഒളിവിൽ പോയത്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ പറയുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെ ആ വിഷയം നടക്കുമ്പോഴും ഒക്കെയും പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നല്ലോ. ആരും എങ്ങും ഓടി ഒളിച്ചില്ലല്ലോ. അല്ല, സൈനിക തലവന്മാർ ഓടി ഒളിച്ചെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ രാജ്യം തോറ്റ് പിൻവാങ്ങി. അതെ, ജവാന്മാർക്ക് മുമ്പിൽ നിന്ന് ഒരു ആത്മവീര്യം നൽകേണ്ടതല്ലേ അവർ. നമ്മൾ മഹാഭാരത യുദ്ധം എടുത്തു നോക്കൂ. ഒരു യുദ്ധം തന്നെ നമ്മൾ വായിച്ചറിവിൽ എടുത്തു നോക്കൂ. ഇപ്പൊ കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധമായിരുന്നു. ഇതിൽ കൗരവ സേനയെ നയിച്ചിരുന്ന ഭീരുക്കളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഒളിച്ചോടിയാൽ ആ യുദ്ധം തീർന്നു തന്നെ കരുതുക. അത് പോട്ടെ, അല്ലെങ്കിൽ പോട്ടെ, രണ്ടുപേര് തമ്മിൽ യുദ്ധം ചെയ്യുന്നു. അതിന്റെ കമാൻഡായിട്ട് നിൽക്കുന്ന ആള് പോവുക എന്ന് പറഞ്ഞാൽ അത് തീർന്നു, പോളിഷായി, അത് തീർന്നു, സംഭവം. അപ്പൊ അത്തരത്തിൽ പേടിച്ചോടിയതാണ്. ഇവർക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ പറയുന്ന സഹായങ്ങളെല്ലാം കിട്ടിയതും ഇവർ ഇതിലേക്കൊക്കെ പ്രൊവോക്ക് ചെയ്തെടുത്ത് വിടുന്നത് ചൈനയുമാണ്. ആ ചൈന പോലും അവരെ പിന്നിൽ നിന്ന് ചതിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇത് മനസ്സിലാവുന്നില്ലേ? ഇത്രയും നനഞ്ഞ പടക്കങ്ങൾ ഇന്ത്യയോട് ഒട്ടും 2 ദിവസം നീണ്ടു നിന്ന സൈനിക നടപടിക്രമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആ സൈനിക നടപടിക്രമങ്ങളിൽ പോലും ഇവർക്കുണ്ടായിട്ടുള്ള എന്താ പറയുക നഷ്ടം എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള നഷ്ടമാണ്. അവർക്ക് ഈ തകർന്നിട്ടുള്ള സൈനിക കേന്ദ്രങ്ങളൊക്കെ വ്യോമതാവളങ്ങളും ഒക്കെയും അവർക്ക് ഇനി നിർമ്മിച്ചെടുക്കണമെങ്കിൽ ആദ്യം മുതൽ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതും പുനർനിർമ്മാണം തുടങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇരട്ടിപ്പണിയാണ്. അല്ല, ഇനിയിപ്പോ സിന്ധു നദിയിലെ ജലം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ ചൈന അടുത്ത ഡാം കെട്ടി സഹായിക്കാൻ പോവല്ലേ? അതെ, ഡാം കെട്ടി സഹായിക്കുന്നുണ്ടെങ്കിൽ അവസാനം ചൈനയുടെ കക്ഷത്തിലാണ് പാകിസ്ഥാന്റെ തലയിരിക്കുന്നത്. അല്ല, തുർക്കിക്ക് ഭയങ്കര സ്നേഹമാണല്ലോ. തുർക്കി ഇനി ടാങ്കിൽ വെള്ളം കൊണ്ട് കൊടുക്കുമായിരിക്കും. തുർക്കി അവിടെ ടാങ്കില് വെള്ളം കൊണ്ടേ കൊടുക്കും. ആ ടാങ്കില് ഈ പറഞ്ഞ പോലെ വിമാനത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്ന ഡ്രോണുകളും മിസൈലുകളും ഒക്കെയാണ് അയ്യയുടെ അമ്പ എന്ന് പറയുന്നതിന്റെ പരാജയമായി പോയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇവർ പക്ഷേ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ പുണ്യക്ഷേത്രങ്ങള്, ജനം കൂടുതൽ വരുന്ന സ്ഥലങ്ങള്,
ഹബ്ബുകൾ, അങ്ങനെയുള്ള ഹബ്ബുകളൊക്കെ ആയിരിക്കും ഇവര് നോട്ടം വെക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഇതിനെല്ലാം തിരിച്ചടി ഭീകരമായ രീതിയിൽ ഇപ്പൊ സുവർണക്ഷേത്രത്തിൽ അതിന്റെ നിരീക്ഷണത്തിനെല്ലാം ചെയ്തു എന്നല്ലേ പറയാം. ചെയ്തിട്ടുണ്ട്. അതായത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ സ്ഥാപിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും അങ്ങനെ അലർട്ടായിരിക്കും നമ്മൾ ഇനി ബാക്കി സ്ഥലങ്ങളിൽ. അതെ, ഇനിയുള്ള ദിവസങ്ങളിലും ഈ അലർട്ട് ആയിട്ടുള്ള ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം ഈ പറയുന്നത് പോലെ നമ്മൾ പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ അത് താൽക്കാലികമായി നിർത്തിയതാണ്. ഇനിയൊരു പ്രൊവക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ചെറുത് ഭീകരമായി ഇനി ഒരു ചെറുത് കൊടുത്ത് വലുത് വാങ്ങാനുള്ള ശ്രമമാണെങ്കിൽ തിരിച്ചു കൊടുക്കുന്ന വലുത് അത്ര വലുതായിരിക്കും.